ഈ ന്യൂ ഇയർ പ്രമാണിച്ച് ഞാൻ എൻ്റെ ചാനലിൽ ഇതുവരെ ചെയ്യാത്തൊരു അടിപൊളി ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. സംഭവം വേറെ ഒന്നുമല്ല, നമ്മുടെ ന്യൂ ഇയർ പ്രമാണിച്ച് ഒരു ഇൻസ്പിറേഷൻ സ്റ്റോറി എന്ന ഒരു ട്രൂ ആയിട്ട് അതായത് നടന്നൊരു സംഭവമാണ്. അതായത് നമ്മുടെ ജീവിതത്തിലെ ചുമ്മാ ഒരു കോട്ടോ അല്ലെങ്കിൽ ഒരു വചനം പറഞ്ഞൊരു ഇൻസ്പിറേഷൻ തരാമെന്നേ അല്ല, എനിക്ക് പരിചയമുള്ള അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന ഒരാളുടെ ഒരു സക്സസ് സ്റ്റോറിയാണ് പറയാൻ വന്നത്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. കാരണം അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമാണ്, ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹം കടന്നു വന്ന വഴി, അതായത് തുടങ്ങിയ സമയത്ത് ഇദ്ദേഹത്തെ ആർക്കും അറിയില്ലായിരുന്നു. കാരണം ഒരുപാട് കഷ്ടപ്പെട്ടു. എന്നാൽ കഷ്ടപ്പാടുകൾ പല രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പിന്തള്ളിക്കൊണ്ട് ആ സമൂഹം കുറെ എതിർക്കുന്ന ടൈപ്പ് രീതിയിലാണ് അദ്ദേഹം തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് അടിച്ച് താഴ്ത്താനൊക്കെ നോക്കി. എന്നാൽ പോലും പുള്ളിക്കാരൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഇപ്പോൾ ഒരുപാട് അച്ചീവ്മെന്റ്സ് കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് പുള്ളിക്കാരൻ. സോ ഞാൻ ആ കഥ പറയാം. സംഭവം എന്ന് പറഞ്ഞാൽ ഞാനൊരു 3-4 വർഷം മുന്നേ എറണാകുളത്ത് ഞാനിങ്ങനെ നമ്മൾ സിനിമയൊക്കെ സ്വപ്നം കണ്ട് എറണാകുളത്തിൻ്റെ കുറച്ച് കൂട്ടുകാരുടെ കൂടെ അടുക്കളയിൽ താമസിക്കുന്ന സമയം, അതായത് നമ്മൾ റീൽസ് മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് റീൽസ് ചെയ്ത് എങ്ങനെയെങ്കിലും വേറെ ഡയറക്ടേഴ്സൊക്കെ കണ്ടുപിടിച്ച് എങ്ങനെയെങ്കിലും നമുക്ക് സിനിമയിൽ കയറാൻ വേണ്ടി ഇടപ്പള്ളിയിൽ നമ്മളൊരു അപ്പാർട്ട്മെന്റിൽ കുറച്ച് ഫ്രണ്ട്സായിട്ട് നിൽക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മെസ്സേജ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വരുന്നത്. പുള്ളിക്കാരൻ്റെ മെസ്സേജ് ഒരു ഓഡിയോ മെസ്സേജാണ് വരുന്നത്. അത് ഞാൻ ഇവിടെ കൊടുക്കാം, നിങ്ങളത് കേട്ട് നോക്കുക. ചിലപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും ആരാണെന്ന്. എന്നാൽ ഇത് ആരാണ് എന്താണെന്നുള്ളത് ഞാൻ എൻ്റെ വായിൽ കൂടെ ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നതായിരിക്കും. സോ ഓഡിയോ മെസ്സേജ് കേട്ടിട്ടോ. ഞാൻ കുറെ പ്രശ്നത്തിലാടാ, എന്തല്ലോ ഇടങ്ങാറിലുള്ള എൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ട് വേറെ സ്ഥലത്ത് ഇപ്പം വന്നിട്ട് തൽക്കാലം ഇവിടെ നിൽക്കുന്ന. അപ്പം എനിക്ക് എറണാകുളത്തേക്ക് മാറണമെന്നുണ്ട്. നീ എറണാകുളത്തല്ലേ? ആടെ എന്തെങ്കിലും വീടാറ്റം ഇങ്ങനെ സ്ട്രീം ചെയ്യാൻ പറ്റുന്ന ഏരിയയിൽ, മീൻസ് ഒച്ചപ്പാടും ബഹളമൊന്നും കുഴപ്പമില്ലാത്തൊരു ഏരിയയിൽ വീടാ അല്ലെങ്കിൽ ഫ്ലാറ്റാ എന്തെങ്കിലും ബൂട്ട് ക്യാമ്പ് പോലത്തെ പരിപാടി ഉണ്ടെങ്കിൽ അറിയിക്കുക കേട്ടോ. അവിടെ കുറച്ച് ചൊറയിലാണ് ഉള്ളത്, കുറച്ച് കഷ്ടപ്പാടിലാണ് ഉള്ളത്. അപ്പോൾ എറണാകുളത്ത് എവിടെയെങ്കിലും ഇങ്ങനെ ഈ കാലി ഏരിയയിലുള്ള വീടെല്ലാം ഉണ്ടാവില്ല. അതായത് എൻ്റെ സ്ട്രീം നിങ്ങൾക്ക് അറിയില്ലേ, ഫുൾ ഒച്ചപ്പാടും ബഹളമായിരിക്കും. അപ്പം ആൾക്കാർക്ക് ഇടങ്ങാറാത്ത രീതിയിൽ എനിക്ക് അവിടെ വന്ന് സ്ട്രീം ചെയ്യാനുള്ള എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഒന്ന് സെറ്റാക്കി തരും. അപ്പോൾ ഈ ഓഡിയോയിൽ പറഞ്ഞ പോലെ പുള്ളിക്കാരന് താമസിക്കാനായിട്ടൊരു സ്ഥലം, അതായത് വീട്ടിലൊക്കെ കുറച്ച് സീനായി താമസിക്കാൻ സ്ഥലം വേണമെന്നും എന്തെങ്കിലുമൊക്കെ അറിയുമെന്ന് ചോദിച്ചൊരു ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് എന്നെ കോൺടാക്ട് ചെയ്തത്. പക്ഷേ നിർഭാഗ്യവശാൽ ഞാൻ തന്നെ അവിടെ എങ്ങനെ നിന്നതെന്ന് എനിക്കറിയാം. കാരണം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് നിന്നത്. സോ ഞാൻ പോലും റെന്റ് കൊടുക്കാതെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ വലിഞ്ഞേറി നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ എനിക്ക് പിന്നെ എറണാകുളത്ത് വന്നതേ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഒരു കോണ്ടാക്റ്റോ ഒരു സംഭവങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആ ടൈം ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞു, ബ്രോ ഞാൻ എന്നാലും വിഷമിപ്പിച്ചില്ല, എനിക്ക് അറിയാവുന്ന കുറച്ച് കോണ്ടാക്ട്സ്, അതായത് ഈ ഗെയിമിംഗ് ഫീൽഡിൽ നിൽക്കുന്ന കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ട് ഞാൻ പുള്ളിക്കാരനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ, അതായത് ഒരു താമസിക്കാൻ ഒരു സ്ഥലം കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ ഒരുപാട് തിരക്കി നോക്കി. പക്ഷെ അന്നത്തെ പുള്ളിയുടെ ആ ഒരു അവസ്ഥ വെച്ചാൽ അതായത് പുള്ളിയുടെ വീഡിയോസിനൊക്കെ ജഡ്ജ് ചെയ്തുകൊണ്ട് ഒരുപാട് പേര് ആ ഹെൽപ്പ് നിരസിച്ചു. അതായത് പുള്ളിക്കാരനെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല, പുള്ളിയെ നമുക്ക് താമസിപ്പിക്കാൻ പറ്റത്തില്ല, അങ്ങനെ പറഞ്ഞ് ഒരുപാട് എതിർത്തു. അപ്പൊ അന്ന് ഇദ്ദേഹം ഇങ്ങനെ വളർന്നു വരുന്നതേ ഉള്ളൂ. നമ്മുടെ ഈ ഗെയിമിംഗ് കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, ഈ ഗെയിമിങ്ങിലെ ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് നിൽക്കുന്ന സമയത്ത് ഇപ്പൊ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അന്ന് ഞാനും കരുതില്ല ഇപ്പൊ ഇത്രയും ഒരു ഗ്രോത്ത് ഉള്ള ഇപ്പൊ ഇങ്ങനെ ഒരു നിലയിൽ എത്തുമെന്ന് ഞാനും അന്ന് കരുതിയില്ല. അങ്ങനെ ഞങ്ങളുടെ ആ ഒരു കോൺവെർസേഷൻ അവിടെ തീർന്നു. അതായത് എനിക്ക് വലുതായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഒരുപാട് അന്വേഷിച്ചു, പക്ഷെ ഫലം ഉണ്ടായില്ല. അങ്ങനെ ആ വർഷങ്ങൾക്ക് ഇപ്പുറം, അതായത് ഈ ഒരു ടൈം, അതായത് കഴിഞ്ഞ രണ്ട് കൊല്ലത്തിനിടയിൽ പുള്ളി നമ്മുടെ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വമ്പൻ ഒരു സെലിബ്രിറ്റി ആയെന്ന് തന്നെ പറയാം. അദ്ദേഹം വേറെ ആരുമല്ല, വൺ ആൻഡ് ഓൺലി തൊപ്പി എന്ന് നമ്മളെല്ലാവരും വിളിക്കുന്ന നിഹാർ. അപ്പൊ ഇന്ന് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ന്യൂ ഇയർ പ്രമാണിച്ച് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇതുവരെ ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്ന ഒരാളല്ല, ഇനി ഞാൻ ചിലപ്പോൾ ചെയ്യത്തുമില്ലായിരിക്കും. പക്ഷെ ഇന്നിപ്പോൾ ഈ ന്യൂ ഇയർ ഞാൻ ചെയ്യുന്നതിന്റെ പ്രധാന കാരണം നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ കാണുന്ന വാർത്തകളാണ്. സൈക്കിള് തരാത്തതിന് ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ ഗെയിം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിന് മൊബൈൽ വാങ്ങി തന്നില്ല പറഞ്ഞ് ആത്മഹത്യ ചെയ്തു, മാർക്ക് കുറഞ്ഞെന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഒരു ചെറിയ കാരണങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവൻ കളയുന്ന ഒരുപാട് ആൾക്കാരുള്ള നമ്മുടെ ഈ സമൂഹത്തിൽ
ഒന്നുമില്ലായ്മയിൽ നിന്നും ഇപ്പോൾ ഒരുപാട് പേർക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് ഇപ്പൊ ജീവിച്ച് നല്ല രീതിയിൽ സക്സസ് ആയിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന തൊപ്പിയെ പോലുള്ള ആൾക്കാരെ നമ്മൾ കണ്ടു പഠിക്കണം. സോ നിങ്ങൾക്ക് ഈ ലൈഫ് സ്റ്റോറിയിൽ എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ കിട്ടുമെന്ന് എനിക്ക് വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തത്. സോ ഗൈസ്, പുതിയ അടിപൊളി വ്ലോഗുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.